നമുക്ക് പൂർണ്ണമായിട്ടും ഇപ്പോഴും യുദ്ധം താൽക്കാലികമായിട്ട് അവസാനിച്ചതായിട്ട് തത്വത്തിൽ പറയാമെങ്കിലും എനിക്ക് എന്നെ പോലെയുള്ള ആളുകൾ അത് പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്നുള്ളതിനകത്ത് ചില സംശയം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇപ്പോഴും ഈ കരാറ് വരുന്നതിനകത്ത് അനുകൂലമൊന്നുമല്ല. ഇസ്രായേലിലെ ഹാർഡ് കോർ ആയിട്ടുള്ള ഈ സയനിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ തന്നെ ഈ കരാറിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഇന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിലൊക്കെ ഇതൊരു വലിയ നയതന്ത്ര മുന്നേറ്റമായിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഈ കരാറിന്റെ ഒരു പൂർണ്ണ രൂപം ഇതുവരെ പൊതുമണ്ഡലത്തില് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ഈ ലെബനോൺ സംബന്ധിച്ച് ഉള്ള വ്യവസ്ഥകൾ ഇസ്രായേലി രാഷ്ട്രീയക്കാരിൽ നിന്നുള്ള ഒരു വലിയ വിമർശനങ്ങൾ ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കരാർ എത്ര നാളത്തേനും ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചിട്ടും ചില സംശയങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ US-ഉം ഇറാനും തമ്മിൽ ഒരുപാട് ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സാങ്ഷൻസ് ഉണ്ട്, ഇക്കണോമിക് സാങ്ഷൻസ് ഉണ്ട്, ടെക്നോളജിക്കൽ സാങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത്തരം ഉപരോധങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കരാറുകൾ കരാറിന്റെ ആ ഒരു സ്പിരിറ്റ് എത്രത്തോളം പൂർണ്ണമാകും എന്നുള്ളതിനെ കുറിച്ചൊരു സംശയമുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ, ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഉപരോധങ്ങളും പൂർണ്ണമായിട്ട് പിൻവലിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാനായിട്ട് സാധിക്കുക. ഇറാനെ സംബന്ധിച്ച് അവരുടെ ആണവ പദ്ധതിയുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഉത്കണ്ഠകൾ അവരെ സംബന്ധിച്ചുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കരാർ ഒരു താൽക്കാലിക കരാറാണെന്നും അതൊരു 2 മാസത്തെ ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു മനസ്സിലാക്കല്. പിന്നെ എണ്ണ വില കുറയാനായിട്ട് ഉള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഒരു 5-1 കടന്നു പോകുന്ന ഒരു വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഇടമെന്ന നിലയിൽ ഈ നാവിക ഉപരോധം തൽക്കാലം മാറ്റുന്നതാണ് ഈ ഇപ്പോഴത്തെ ഈ ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റം. അത് മാത്രമാണ് നാവിക ഉപരോധം എടുത്തു മാറ്റുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 3-4 മാസമായി നിലനിൽക്കുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായിരിക്കുന്ന ഈ വർധനവ് വലിയ ഒരു അളവിൽ കുറയും. അത് നമ്മളുടെ വിപണിയിലും അത് റിഫ്ലക്ട് ചെയ്യുമായിരിക്കും. ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ അതിപ്പോഴും ചില സംശയങ്ങൾ എനിക്കുണ്ട്. അതിന് കാരണം നമ്മളുടെ കേരളത്തിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞതിനെ തുടർന്നാണ് എണ്ണവില വർദ്ധിച്ചതെന്ന് നമുക്കറിയാം. അപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപും ഈ യുദ്ധം ആരംഭിച്ചില്ല. അപ്പൊ എണ്ണ കമ്പനികൾക്ക് ഉണ്ടായിട്ടുണ്ട്, അത് നികത്തേണ്ടതുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ വിപണിയിൽ ഈ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറയ്ക്കാതിരിക്കുകയും അത് പെട്രോളിയം പ്രോഡക്ട്സിന്റെ പ്രൈസിനെ റിഫ്ലക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ ഉണ്ടാവാം. അത് അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അവരെടുക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ കൂടിയാണ് അത്. അപ്പൊ എന്തായാലും ഇപ്പം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഏതാണ്ട് ഒരു 5% ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ബാരലിന് $83 താഴോട്ട് എത്തിയിട്ടുണ്ട്. US-ലാണെങ്കിലും ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് 5% ഇടിഞ്ഞിട്ട് $80 നിരക്കിലേക്ക് താഴ്ന്നിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് പെട്രോളിയം പ്രോഡക്ട്സിന് മാത്രമല്ല രാജ്യത്തുള്ള എല്ലാ ഹൈഡ്രോ കാർബൺ ഉൽപ്പന്നങ്ങൾക്കും അത് വിലയിൽ ഒരു കുറവുണ്ടാവേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചരക്ക് ഗതാഗതത്തിൽ ഉണ്ടാകുന്ന കുറവ് നമ്മളുടെ രാജ്യത്ത് ഈ ഫുഡ് ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതിനും സാധിക്കും. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 9% ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപ്പന്നത്തിന്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന വർധന എന്ന് പറയും. അത് വലിയ വർധനമാണ്. അപ്പൊ അത് സാധാരണക്കാരെ സംബന്ധിച്ച് അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ കുറയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ കരാറ് ആ വിധത്തിന് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും അത് സഹായിച്ചു എന്ന് തന്നെ വരാം. തീർച്ചയായും ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം അവസാനിച്ചതോടുകൂടി ഏറ്റവും കൂടുതൽ ആശ്വാസം ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയാണ്. കാരണം നമുക്കറിയാം യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ബലിയാടായിക്കൊണ്ടിരുന്നത് ഗൾഫ് രാജ്യങ്ങളാണ് എന്നുള്ളത്. അവരുടെ സാമ്പത്തിക മേഖല അത് തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ, തർക്ക വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹാരത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഗൾഫ് രാജ്യങ്ങളൊക്കെ നമുക്കറിയാം ഈ പെരുന്നാളൊക്കെ പ്രമാണിച്ച് പ്രവാസികൾക്കടക്കം നാടുകളിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇന്ധന വില വർധനയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന ഒരു രീതി അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ പുനഃസ്ഥാപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ഒരു സ്ഥിതി ഇനി എത്ര സമയം വേണ്ടി വരും അവർക്കൊന്ന് തിരിച്ചു വരാനായി? എന്തായാലും യുദ്ധത്തിൽ മുൻപുണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. യുദ്ധാനന്തരം എന്ന് പറയുന്നത് ഒട്ടനവധി ആശങ്കകളുണ്ട്. ഇപ്പം ഒപെക് പോലുള്ള ഒരു ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്,
ഈ രാജ്യത്തിന്റെ ഒരു വിശ്വാസ്യതയ്ക്ക് വലിയ അളവിൽ തകർച്ച ഉണ്ടായിട്ടുണ്ട്. ചില രാജ്യങ്ങളെങ്കിലും ഒപ്പേക്ക് എന്ന് പറയുന്ന ഈ കാർട്ടൽ, വില നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട കാർട്ടലിൽ നിന്ന് പുറത്തു കിടക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇറാന് ആ കാർട്ടലിന്റെ ഭാഗമാകുമോ എന്നുള്ളത് സംശയമാണ്. ഗൾഫ് മേഖലയിലും പേർഷ്യൻ ഗൾഫിലും എല്ലായിടത്തും പരസ്പരമുള്ള ഒരു വിശ്വാസത്തിന് വലിയ ഇളക്കം തട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുൻകാലങ്ങളിൽ പേർഷ്യൻ ഗൾഫിലെല്ലാം തന്നെ നിലനിന്നിരുന്ന രാഷ്ട്രങ്ങൾ, അറേബ്യൻ രാഷ്ട്രങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്ന ഒരു സൗഹൃദത്തിന് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒമാനിനെ ആക്രമിക്കും, ഒമാനിനെതിരെ ഉണ്ടായിരിക്കുന്ന ആദ്യഘട്ടങ്ങളിൽ ഇറാനും US തമ്മിലുള്ള യുദ്ധത്തിന് അതിന് നെഗോസിയേഷൻസിന് നേതൃത്വം നൽകിയ ഒരു ചെറിയ രാജ്യമാണ് ഒമാൻ. നമുക്കറിയാം ഈ ഹോർമുസ് സ്ട്രെയ്റ്റിൽ ഒമാനിനും കൂടെ ഒമാനിന്റെ പ്രദേശം കൂടെ ഉൾപ്പെടുന്ന ആണല്ലോ. ഇറാനിനോടൊപ്പം തന്നെ ഒമാനിന്റെയും കൂടെ പ്രദേശം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഹോർമുസ് സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒമാനിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഇടപെടല് അതിനകത്ത് വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങൾ ഈ ഭീഷണിക്ക് മുമ്പിൽ നിശബ്ദമായിരുന്നു എന്നുള്ളതിൽ വലിയ പ്രതിഷേധം ഒമാനിലെ ഭരണ നേതൃത്വത്തിന് ഒക്കെ വലിയ അളവിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുൻപുണ്ടായിരുന്ന ബന്ധങ്ങൾ വലിയ അളവിൽ ശിഥിലമായിട്ടുണ്ട്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വലിയ അളവിൽ ശിഥിലമായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പം സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങളുടെ അകത്ത് തന്നെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലെ ഹാർഡ് കോർ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് റിലീജിയസ് ലീഡേഴ്സ് പലരും എന്തിനാണ് നാളിതുവരെ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് നൽകിയ ഈ പറയുന്ന സംരക്ഷിക്കും, സുരക്ഷിതമായി സംരക്ഷിക്കും എന്നൊക്കെയുള്ള പേരിലാണ് അവരുടെ ഭൂമിയും മറ്റുമൊക്കെ ഈ US പട്ടാളത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കരാറുകളിൽ നിന്ന് നിർബന്ധമായിട്ടും പുറത്തു പോകണമെന്ന് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഭരണ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നാളെ ആഗോള ബന്ധങ്ങളെ നിർണ്ണയിക്കുക എന്നൊന്നും നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല യുദ്ധാനന്തരം ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്ത്യക്കാരെ സംബന്ധിച്ച് അഥവാ മലയാളികളെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒട്ടനവധി വാർത്തകളാണ്. പ്രത്യേകിച്ച് വിമാന കമ്പനികൾ വലിയ അളവിൽ ചാർജ് കൂട്ടിയിരുന്നു. പ്രത്യേകിച്ച് ടിക്കറ്റിന്റെ നിരക്ക് വലിയ അളവിൽ കൂട്ടിയിരുന്നു. പലപ്പോഴും വിമാനങ്ങൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം സാഹചര്യങ്ങൾക്കൊക്കെ ഇളവ് സംഭവിക്കുമെന്നുള്ളതും യാത്ര സുഗമമാകുമെന്നും ആശ്വാസകരമായ കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.